ഒരു കാലത്ത് നമ്മുടെ ചിന്താധാരകളെയും സാഹിത്യബോധത്തെയും വിപ്ലവ ആശയങ്ങളെയും പാകപ്പെടുത്തുന്നതിൽ ചാലകശക്തിയായിരുന്ന പ്രൊഫഷണൽ നാടകവേദികൾ ഇന്ന് ഏറെക്കുറെ ആളും ആരവും ഒഴിഞ്ഞ വേദികളാണ്. വർഷത്തിൽ 300-ലധികം വേദികളുണ്ടായിരുന്ന പല നാടക സംഘങ്ങൾക്കും ഇന്ന് 50 വേദികൾ പോലും കിട്ടുന്നില്ല. നാടകങ്ങൾ നടത്താനാകാതെ കടക്കെണിയിലായി ജപ്തി ഭീഷണി നേരിടുന്ന നിർമ്മാതാക്കൾ നിരവധിയാണ്. 1957 കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. കേരളത്തിൽ പ്രൊഫഷണൽ നാടകങ്ങൾ ജനമനസ്സുകളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന് ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണമില്ല. 1500ഓളം കലാകാരന്മാർ കേരളത്തിൽ പ്രൊഫഷണൽ നാടകരംഗത്ത് ഇപ്പോൾ സജീവമായുണ്ട്. 150ഓളം നാടക ട്രൂപ്പുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖലയിൽ ഇപ്പോൾ 75 മാത്രമാണ് ഒരുവിധം മുന്നോട്ടു പോകുന്നത്. ഒരു നാടകം പുറത്തിറക്കാൻ ശരാശരി 12 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. ഒരു വർഷം കുറഞ്ഞത് 100 വേദികളെങ്കിലും കിട്ടിയാൽ മാത്രമേ മുതൽ മുടക്ക് തിരിച്ചുപിടിക്കാനാകൂ. എന്നാൽ 50 വേദികൾ പോലും കിട്ടാതെ ആദ്യ നാടകം നഷ്ടത്തിലാകുമ്പോൾ പല സമിതികൾക്കും അടുത്ത നാടകം ഇറക്കാനാകുന്നില്ല. നേരത്തെ 200-300 കളിച്ച ആളാണ് ഞാൻ. അത് കഴിഞ്ഞത് കുറഞ്ഞ് 100 നാടകം വരെയായി. ഇപ്പോൾ 100ഉം ഇല്ല. ഒരു 50 നാടകം ശരാശരി ഒരു വർഷം കളിക്കത്തക്ക രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ചിലവ് അന്നത്തേക്കാൾ കൂടുതൽ 10 ലക്ഷം രൂപ വേണം ഇന്നൊരു നാടകം ഇറക്കണമെങ്കിൽ. ആ നാടകം തിരിച്ചു വരികയില്ല. അഡ്വാൻസ് കൊടുത്താൽ തിരിച്ചു വാങ്ങാൻ പറ്റില്ല. നാടകം കളിച്ചല്ലേ അഡ്വാൻസ് തിരിച്ചു വാങ്ങാൻ നോക്കും. അതുകൊണ്ട് അത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അങ്ങനെ അതെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന കലാകാരന്മാരും നാടക സമിതികളുമാണ് അധികവും ഉള്ളത്. അതുകൊണ്ട് പലരും നിർത്തി. ഞാനും ഇപ്പം നിർത്തി. ഈ കൊല്ലം ഇറക്കില്ല. ഞാൻ കമലേശ്വരത്ത് 17 സെൻറ്റ് സ്ഥലം എഴുതി വിട്ട് കടം തീർത്ത ഒരാളാണ്. വിവിധ മേഖലകളിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം സർക്കാർ എല്ലാ വർഷവും നൽകുന്നുണ്ട്. പക്ഷേ അതിൽ 1 രൂപ പോലും പഞ്ചായത്ത് വഴി നാടകത്തെ പ്രോത്സാഹിപ്പിക്കാൻ വിനിയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. ഉത്സവപ്പറമ്പുകൾ എന്ന് പറയുന്നത് പലയിടത്തും ഇപ്പോൾ നാടകമില്ല, കഥാപ്രസംഗവും ഇല്ല. കോവിഡ് കാലഘട്ടത്തിൽ 2 വർഷം നാടകം മൊത്തം പോയപ്പോൾ ചെയ്ത് പല പെൺകുട്ടികളും മീൻ കച്ചവടം ചെയ്തു, തുണിക്കച്ചവടം ചെയ്തു, പാറ പൊട്ടിക്കാനും അതിൻ്റെ ജോലിക്കുമായിട്ട് പോയ, വീട് പണിക്കുമായിട്ടൊക്കെ പോയ ഒരുപാട് നാടക നടന്മാർ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വളരെയധികം രീതിയിലാണ് ഞങ്ങളുള്ള സംഗീത നാടക അക്കാദമിയുടെയും അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പം മരിച്ച 2 പേർക്ക് 25,000 വീണ്ടും കൊടുക്കണം എന്നാണ് ഞാൻ അപേക്ഷിച്ചത്. കാരണം ഇപ്പോൾ ആന കുത്തി ചത്തവനും 10 ലക്ഷം രൂപ വീട്ടിൽ കൊടുത്തു. തേനീച്ച കടിച്ച് ചത്തവന് 10 ലക്ഷം കൊടുക്കുകയും ചെയ്ത് ഭാര്യയ്ക്ക് ജോലിയും കൊടുത്തു. ഇതൊന്നും വേണ്ട. ഇവർക്ക് മാന്യമായ രീതിയിൽ കലാകാരന്മാരല്ലേ. മറ്റുള്ള സ്റ്റേറ്റുകളിലും വിദേശത്തുമൊക്കെ, ബ്രിട്ടനിലൊക്കെ നാടക കലാകാരന്മാർക്കാണ് സിനിമാ നടന്മാരെക്കാളേറെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. വേദികൾ കിട്ടാനാകാതെ ഉത്സവപ്പറമ്പുകളെ മാത്രം ആശ്രയിച്ച് നാടകം നടത്തുമ്പോൾ വെല്ലുവിളികൾ ഏറെ. കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളോട് കിടപിടിക്കാനാകാതെ കൊഴിഞ്ഞുപോകുന്ന പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളും നിരവധിയാണ്. ഓണം വാരാഘോഷ സമയത്ത് മാത്രം 10-15 വേദികൾ നൽകി പ്രോത്സാഹിപ്പിച്ചിട്ട് കാര്യമില്ല. സംഗീത നാടക അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി പ്രൊഫഷണൽ നാടകത്തെയും കലാകാരന്മാരെയും സംരക്ഷിച്ചേ മതിയാകൂ. അൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.